കൽക്കട്ടയിലെ എസ്ര സ്ട്രീറ്റിൽ വൻ തീപിടുത്തം. 300ഓളം കടകൾ കത്തി നശിച്ചു. സമീപത്തെ കെട്ടിടങ്ങളിൽ താമസിച്ചിരുന്ന എല്ലാവരെയും ഒഴിപ്പിച്ചു. 23 ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ ശ്രമം തുടങ്ങി. ആളപായമൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് കൽക്കട്ട സെൻട്രൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസ് കരുതുന്നത്. എസ്ര സ്ട്രീറ്റിലെ ഇടുങ്ങിയ പാതയോരത്ത് അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന കടകളിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെ ഒരു കടയിൽ നിന്നും തീ മറ്റ് ഇടങ്ങളിലേക്ക് വളരെ വേഗം പടർന്നു പിടിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആദ്യം 6 ഫയർ എഞ്ചിനുകൾ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും തീ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിച്ചു. തുടർന്ന് കൂടുതൽ ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തിച്ചു. കടകൾക്കുള്ളിൽ ധാരാളം കത്തുന്ന വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്നും ഇത് തീ അതിവേഗം പടരാൻ കാരണമായെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഫയർ ആൻഡ് എമർജൻസി സർവീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഫയർ എഞ്ചിനുകൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ പ്രദേശത്തെ റോഡുകൾ ഒഴിപ്പിച്ചു. സെൻട്രൽ കൽക്കട്ടയിലെ RN മുഖർജി റോഡിലുള്ള ഒരു ഗോഡൌണിൽ ഈയടുത്ത് തീപിടുത്തമുണ്ടായിരുന്നു. കമ്പ്യൂട്ടറുകൾ, മോട്ടോറുകൾ, കാറിന്റെ സ്പെയർ പാർട്സ് എന്നിവ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിനാണ് അന്ന് തീപിടിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 18 കാരറ്റ് ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ്. വിവാഹ പർച്ചേസുകൾക്ക് 2.5% മുതൽ പണിക്കൂലി. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം. കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി.